ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും നമ്മളെ കാക്കുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദിവസം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യാം. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലുണ്ട്, രണ്ട് ചിന്തകളുണ്ട്, രണ്ട് തിരഞ്ഞെടുക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നേ ദിവസം നാം ദൈവത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ആയിരിക്കാം, അത് സ്വന്തമായ ചിന്തയിലും പദ്ധതിയിലും തനിക്കായി തന്നെ ജീവിക്കുന്ന ഒരനുഭവം തിരഞ്ഞെടുക്കുമോ? രണ്ടും ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇന്നെന്ന് പറയുന്ന ദിവസം ദൈവമേ, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എല്ലാറ്റിലും, ചില കാര്യങ്ങളിലല്ല. ചിലരുണ്ട് സൺഡേ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോൾ ഭക്തിയുണ്ട്, പള്ളിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഭക്തി അവിടെ വെച്ചിട്ട് വരിക, പിന്നെ ഭക്തിയില്ല. പള്ളി ഭക്തി എന്ന് പറയും. സൺഡേ ഡിവോട്ടീസ്, ഞായറാഴ്ച ഭക്തർ എന്ന് വേണമെങ്കിൽ പറയാം. നാമധേയ ക്രൈസ്തവർ എന്ന് പറയാം. നാമധേയ ക്രൈസ്തവർ മറ്റുള്ള ദിവസങ്ങളിലും ഭക്തരെ പോലെ ആയിരിക്കും, എന്നാൽ യഥാർത്ഥ ഭക്തി കാണുകയില്ല. അങ്ങനെ മാറ്റിവെച്ചിട്ട് വരാനുള്ളതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ മാത്രം ഭക്തിയുണ്ട്. ചിലർ പറയും, പള്ളിക്കകത്തു നിന്നാണ് ഇവിടെ കള്ളം പറയുന്നതെന്ന് ചോദിക്കും. പള്ളിക്കകത്തു നിന്ന് കള്ളം പറയത് പുറത്തുനിന്ന് കള്ളം പറയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നറിയുന്നില്ലയോ? അപ്പോൾ നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ആ ഒരു ചിന്തയിലേക്കൊന്നും ഇതുവരെ എത്തപ്പെടാത്തത്രയോ. അപ്പോൾ നമുക്ക് ദൈവം മനസ്സിലാക്കി തരുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. അത് മനസ്സിലാകുന്നത് തന്നെ ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ദൈവം നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. കാരണം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആ വചനം നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ, അപ്പോൾ ദൈവം വസിക്കുന്നതിന് തെളിവിന് ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അത് നമ്മളിൽ വസിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ക്രിയ ചെയ്യും. ദൈവത്തിൻ്റെ വചനം നമുക്ക് റിവീൽ ചെയ്ത് തരും, വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് നമ്മളെക്കുറിച്ച്. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ഇന്ന് അതിനൊന്നും സമയമില്ലാത്ത എത്രയോ പേര് ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ദൈവത്തെ കാണാൻ ദൈവത്തിൻ്റെ വചനമാണ്. ഒരു ഹിന്ദു മാർഗത്തിൽ നിന്നും ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ബൈബിളിൽ നിന്ന് യേശു എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു, ബൈബിളിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അത് ജീവനാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ആ ദൈവവചനം ചിന്തിക്കുമ്പോൾ ആ ജീവനാണ് നമ്മളിലേക്ക് ദൈവം പകരപ്പെടുന്ന ബലവും ശക്തിയും കൃപയും തെളിച്ചവും വെളിച്ചവും എന്തെല്ലാം ഉണ്ട് അതിനകത്ത് ഭോജ്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്. ദൈവവചനം ഭക്ഷണമാണ്, അത് പാനീയമാണ്, അത് ബലമാണ്, അത് ചിന്തയാണ്, അത് കോട്ടയാണ്. എല്ലാം നമുക്ക് അതിനോട് സാമ്യപ്പെടുത്തി പറയാനായിട്ട് പറ്റും. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകം തീരുകയാണ്. അതായത് 42-ാമത്തെ സങ്കീർത്തനം മുതലാണ് 2-ാം പുസ്തകം തുടങ്ങുന്നത്. അത് 72-ാം സങ്കീർത്തനത്തോടുകൂടി 2-ാം പുസ്തകം തീരുകയാണ്. പിന്നീട് 3-ാമത്തെ പുസ്തകം തുടങ്ങുന്നു. ഇവിടെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചിന്തിച്ചു. 1 മുതൽ 12-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇത് ശലോമോൻ്റെ ജീവിതത്തെക്കുറിച്ച്, ശലോമോൻ്റെ സങ്കീർത്തനമെന്ന് ശീർഷകമുണ്ടെങ്കിലും അല്ല, അത് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ശലോമോൻ അത് ചേർത്ത് എഴുതി വെച്ചതാണ്. ശലോമോൻ്റെ സിംഹാസനാകുന്ന ദിവസം ചൊല്ലിയ സങ്കീർത്തനം ഇതിനകത്ത് ക്രോഡീകരിച്ച് ചേർത്തു എന്നാണ് പറയപ്പെടുന്നത്. കാരണം രാജകുമാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം നോക്കുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. മാത്രമല്ല അവസാനിപ്പിക്കുന്നത് തന്നെ യിശയ്യാപുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് തീരുന്നത്. 45-ാമത്തെ സങ്കീർത്തനം ഈ രാജകീയ സങ്കീർത്തനം പോലെ തന്നെ അത് വിവാഹവേളയിൽ, ശലോമോൻ്റെ വിവാഹവേളയിൽ പാടിയ സങ്കീർത്തനമാണെന്നും ഇത് സ്ഥാനാരോഹണത്തിൻ്റെ സമയത്ത്, പദവി ഏറ്റെടുത്ത സമയത്ത് പാടിയ സങ്കീർത്തനമാണെന്നും ഇങ്ങനെ ചിന്തകന്മാർ പറയാറുണ്ട്. രണ്ടും അതിനോട് യോജിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് 12-ാമത്തെ വാക്യം മുതൽ വായിച്ചിട്ട് അതിൽ ചില ചിന്തകൾ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതെല്ലാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും മാത്രമല്ല
കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിന് വലിയൊരു സദ്വർത്തമാനം കേട്ടതാണ് കനാനെക്കുറിച്ചൊക്കെ, പാലും തേനും ഒഴുകുന്ന കനാൻ. പക്ഷെ കേട്ടവരിത് വിശ്വാസമായിട്ട് മാറിയില്ല. കേട്ടു, അത് ഒരു ചെവി കൂടെ വിട്ടു. നമ്മളൊന്ന് പലപ്പോഴും ദൈവകാര്യങ്ങൾ അങ്ങനെ അലസതയോടെ ചിന്തിക്കരുത്. അവസരം കിട്ടിയാൽ കാണാം, അവസരം കിട്ടിയാൽ കേൾക്കാം. ഇപ്പോഴൊക്കെ ഓരോരുത്തരത് ലേസിനെസ്സായിട്ട് കാണുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടതാണ് ദൈവത്തോടുള്ള ബന്ധം, ദൈവിക ആശ്രയം, ദൈവം കൂടെയുള്ള ചിന്ത. അതാണ് അത്. ഇവിടെ നമുക്ക് വായിക്കാം 12. അവന് നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവനെ വിടുവിക്കുമല്ലോ. എളിവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും, ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. നിലവിളിക്കുന്ന ദരിദ്രൻ, സഹായമില്ലാത്ത എളിയവൻ. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളതെന്ന് പറയും. അതായത് നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി അവിടെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നൊരു കുട്ടി, എന്നാൽ ഉയർന്ന ഒരു ക്ലാസ്സിൽ ഉള്ളവരുടെ ഒരു മീറ്റിങ്ങിൽ ചെന്നിരുന്ന ആ കുട്ടി എങ്ങനെയായിരിക്കും? ആ കുട്ടിക്ക് മനസ്സിലാകും താനൊന്നുമില്ലാതെ മനസ്സിലാകും എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏതൊരു വ്യക്തിയും ഹ്യൂമിലിറ്റി, ആ ഒരു താഴ്മ ധരിപ്പിക്കാൻ ദൈവ സാന്നിധ്യം. ദൈവമാരാ? അയ്യോ, ഒന്ന് ചിന്തിച്ചേ, ചെറിയൊരു കാര്യം നമുക്ക് ചിന്തിച്ചേ. എന്താണ് ദൈവത്തിൻ്റെ കരവിരുത്? ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ്? അയ്യോ, അതിൻ്റെ ആഴം, അത് എത്ര വൈശിഷ്ട്യമെന്നാണത് പറയുന്നത്. റോമർക്ക് ലേഖനം 11-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവിടെ പറയാം, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. എന്തുമാത്രം അത് നമുക്ക് ചിന്തിക്കാൻ പോലും അത് പറ്റുന്നില്ല. അണ്ടഘടാകങ്ങളെ മെനഞ്ഞ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, മിൽക്കി വേസ് അല്ലേ, പാലോളി, അതെല്ലാം നിർമ്മിച്ച ദൈവം, ഓരോ ജീവിയെയും സൃഷ്ടിച്ച ദൈവം അല്ലേ. ഉറുമ്പായതുകൊണ്ട് അതിന് കണ്ണില്ലാതെയല്ല, ഉറുമ്പിനും കണ്ണ് സൃഷ്ടിച്ച ദൈവം. ആ ഉറുമ്പിൻ്റെ കണ്ണും അതും അതിൻ്റേതായ വിലയിൽ നോക്കുമ്പോൾ അതിന് വലുതല്ലേ. സകല സൃഷ്ടിയെ നിർമ്മിച്ച ദൈവത്തിൻ്റെ അത് പേറ്റൻറ്റ് എന്ന് ഒരു ചെറിയ വസ്തു കണ്ടെത്തി അതിന് പേറ്റൻ്റ് ഉണ്ടാക്കും മനുഷ്യൻ, ഒരു ചെറിയ ഇൻവെൻഷനെ കണ്ടുപിടിച്ച. അപ്പോൾ സകലത്തിൻ്റെയും പേറ്റൻ്റ് എവിടെയുണ്ട്? ദൈവത്തിൻ്റെ അടുക്കല്ല. അപ്പോൾ ദൈവത്തിന് ശ്രേഷ്ഠനാണ് ചിന്തിക്കുക. ആ ദൈവത്തിൻ്റെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. അതാണ് നമ്മുടെ എളിമയ്ക്കുള്ള കാരണം. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ വീണ്ടെടുക്കുക. അവരുടെ രക്തം അവൻ വിലയേറിയതായിരിക്കും. ഈ സാധുക്കൾ എളിയവരുടെ രക്തം അവൻ വിലയേറിയതാണ്. അവൻ ജീവിച്ചിരിക്കും, ശപാപൻ അവന് കാഴ്ചവരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കപ്പെടാൻ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പിന്നെ രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ പറയുകയാണ്, ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യം സമൃദ്ധി ഉണ്ടാകും. അതിൻ്റെ വിളവ് ലെബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും വിളിക്കും. അവൻ്റെ നാമം സൂര്യൻ്റെ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേര് ചൊല്ലി അവനെ അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പറയുകയാണ്, ദേശത്ത് പർവ്വത മുകളിൽ ധാന്യസമൃദ്ധി ഉണ്ടാകും എന്ന് പറയുക. പർവ്വതങ്ങളെന്നൊക്കെ സാമ്യപ്പെടുത്തുമെന്ന് പറയുന്നത് ഒരു ചിന്തയായിട്ട് ചിന്തിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിലെ പർവ്വത സമാധാനമായ പ്രശ്നങ്ങൾ, അവിടെയെല്ലാം ഒരു ധാന്യമുണ്ട്. അവിടെയെല്ലാം നമുക്ക് മനോഹരമായ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ജീവിതത്തിൻ്റെ ക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ, അത് ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടുക എന്ന് പറയുന്നത് നിങ്ങൾ അനുസരിക്കുമെന്ന് പറയുമ്പോൾ, മലയെന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധികളാകുന്ന പ്രതികൂലങ്ങളാകുന്ന ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളാണ് മലകൾ എന്നൊക്കെ പറയുന്നത്, സദൃശവൽക്കരിച്ചാൽ. അപ്പോൾ ഇവിടെ പറയുകയാണ്, പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധി ഉണ്ടാകും. അതിൻ്റെ വിളവ് ലെബാനോനെ പോലെ വലിയ നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ ജീവിതത്തോട് ചോദിക്കാനുണ്ട്, തന്നെ ഒത്തിരി പേരുടെ ജീവിതത്തോട് ചോദിക്കാനുണ്ട്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ചിന്തിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട്, വാട്സാപ്പ് നമ്മൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഒരിക്കൽ പോലും പ്രൊഫൈൽ പിക്ചറിൽ കർത്താവിൻ്റെ യേശുവിൻ്റെ ഫോട്ടോ അല്ല, എന്നാലും അത് അങ്ങനെ ഇടാത്തവരുണ്ട്. ഇതുവരെയും തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ റിയൽ ലൈഫിലേക്ക് വരെ നമ്മൾ മനസ്സിലാകും, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ എന്ന് പറയും. ആ ഒരു ഇതിലേക്ക് നമ്മൾ വരണം. ആ
അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് അവൻ്റെ നാമം മഹിമപ്പെടണമെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതമെല്ലാം അവൻ്റെ നാമത്തിന് വേണ്ടി ആയിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഇല്ല. നമുക്ക് നമ്മുടെ ഒരാളോടാണ്, 2 പേരോടാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട് കുഞ്ഞു കുട്ടികളെല്ലാം റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് നിന്ന് ട്രാക്റ്റ് കൊടുക്കുന്നവർ. അവർ ദൈവവേല ഉൾപ്പെടുകയാണ്. ഒരു തെരുവെന്ന് പ്രസംഗിക്കുന്ന ഒരു കുട്ടി, ശാരീരിക സാരോസ്യത ഓരോരുത്തർ വിളിയാണ്. എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പം അങ്ങനെയുണ്ട്. വാഹനങ്ങളൊക്കെ നിർത്തി ആ കുട്ടി പ്രസംഗിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. വരാൻ പോകുന്നു ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചൊക്കെ കുഞ്ഞ് പറയുകയാണ് അതിനനുസരിച്ച്. അപ്പം നമ്മൾ എന്ത് ഷെയർ ചെയ്യുന്നു? ഒരു കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ? നമ്മുടെ സ്റ്റാറ്റസിലോ നമ്മുടെ ഇതിലോ ഒക്കെ നമ്മൾ ചിന്തിക്കുക. അതൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്നാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്? കിട്ടുന്ന ഓരോ ദിവസങ്ങളുമാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ടൈം, നമുക്കുള്ളത് എല്ലാം. നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സ്ട്രാഡിവാറിയസ് എന്ന് പറയുന്ന ഒരു വിശ്രുതനായ ഒരു കലാകാരനാണ് അദ്ദേഹം. കലാരംഗത്തെല്ലാം വളരെ വിശ്രുതനായി തീർന്നത്. അദ്ദേഹം വയലിൻ, അദ്ദേഹം സംഗീത ലോകത്തിലെ വിശ്രുതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വയലിനിൽ ഓരോന്നിലും യേശുവിൻ്റെ നാമം മുദ്രണം ചെയ്തിരിക്കുകയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്നില്ല, പക്ഷേ ഈ സ്ട്രാഡിവാറിയസ് ഡെൽജേഴ്സ് എന്ന് പറയുന്ന ഈ മുദ്രയുള്ള ഈ യേശു ദൈവത്തിൻ്റെ നാമം മുദ്രയുള്ള ഇതിന് ചോദിക്കുന്ന വില കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് കൈവശമുള്ളവർ അത് മേടിക്കാൻ ചെല്ലുന്നത് ചോദിക്കുന്ന വില കൊടുക്കുന്ന അത്രയ്ക്ക് ഇതാണ് ഡിമാൻഡ്. അപ്പോൾ നമുക്കുള്ളതിലൊക്കെ ഈ ദൈവത്തിൻ്റെ മുദ്രണമുണ്ടോ? ദൈവത്തിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കഴിവുകളിൽ എല്ലാറ്റിലും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്ന അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നാം നിർമ്മലരാകേണ്ടതിനാണ്. അതുകൊണ്ട് നമ്മോട് കൂടെ യേശു വന്നാൽ എങ്ങനെയിരിക്കും? നമ്മൾ കൂട്ടുകാരോട് ഇടപെടുമ്പോൾ, നമ്മുടെ ബന്ധുക്കളോട് ഇടപെടുമ്പോൾ യേശു നമ്മളോട് കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കും? അങ്ങനെ ആയിരിക്കണം. അതുതന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഭയന്നിട്ടൊന്നുമല്ല, അല്ലേ? ദൈവം പറയാ സ്നേഹിക്കുക. നിങ്ങൾ ദാസന്മാരെന്നല്ല, ഞാൻ എല്ലാം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്നാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ സ്നേഹിതൻ എന്നാണ് ദൈവം അറിയപ്പെട്ടെ. അതിലൂടെ അത് പറയുന്നത് ദൈവത്തിൻ്റെ നാമം ഇത് അവസാനം പറയുകയാണ്, അവൻ്റെ മഹത്വമുള്ള താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 18 വാക്യം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ ആമേൻ. ഭൂമി മുഴുവനും നിറയണം, നമ്മുടെ ജീവിതവും അവൻ്റെ മഹത്വം കൊണ്ട്, ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് നമ്മുടെ ജീവിതം നിറയണം. അപ്പോൾ ദൈവമഹത്വം നമ്മളിൽ കൂടെ മറ്റുള്ളവർ കാണും. ആ ദൈവം വെളിപ്പെടുത്തി റിവീൽ ചെയ്യും. നമ്മളാണ് ദൈവത്തിൻ്റെ സിഗ്നേച്ചേഴ്സ്, ദൈവത്തിൻ്റെ സൈൻ, ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങൾ, റിഫ്ലക്ടറാണ്. യേശുവിൻ്റെ റിഫ്ലക്ടർ. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്ന കർത്താവ് പറഞ്ഞു. ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്ന കർത്താവ് പറഞ്ഞു. എന്താ പറയുക? നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത് ഭൂമി മുഴുവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ ആമേൻ. യിശ്ശായപുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു. അവിടെ 2-ാമത്തെ പുസ്തകം സങ്കീർത്തനത്തിൻ്റെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദാവീദിന് ഇതെല്ലാം പാടാൻ സാധിച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഇൻറ്റിമസി, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇതെല്ലാം. എത്രയോ രാജാക്കന്മാർ വന്നുപോയി, പക്ഷേ ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് പറയാൻ സാധിച്ചു. അവരുടെ രാജകീയ പദവികളൊക്കെ തീരും. അതാണ് അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്ത് പറഞ്ഞതാണ്. നിങ്ങളിതുവരെ ദൈവമാണെന്ന് എന്നെ വിചാരിച്ചു, പക്ഷേ ദൈവം ഞാൻ മരിക്കുക, പക്ഷേ മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരുമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. അതവനാണ് ജീവനുള്ള ദൈവം. അവൻ നമ്മളിൽ മഹത്വപ്പെടാൻ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് അർപ്പണം ചെയ്യാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഓരോന്നും അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എനിക്ക് അവസരം കിട്ടും പോലെ ഞാൻ നിൻ്റെ സാക്ഷിയാകുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മുടെ ചിന്തകൾ, വിചാര, ബോധ എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. മനോഹരമാണ്, ഒരിക്കലും നഷ്ടമല്ല, ഇത് അനുഗ്രഹമാണ്, ഇത് ഏറ്റവും മഹത്തരമാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, പുത്രനെ തരുവാൻ തക്കവണ്ണം, പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രൂശിൽ യാഗമാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി. എളിവനെയും ദരിദ്രനെയും കുറിച്ച് പറയുമ്പോൾ അവരുടെ രക്തവും നിനക്ക് വിലയേറിയതാണ് ഇന്ന് തിരുവഴുത്തിൽ വായിക്കുന്നല്ലോ. അപ്പോൾ നിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയതിനാൽ ഞങ്ങൾ താങ്കൾക്കുള്ളവരല്ല, ഞങ്ങൾ നിൻ്റെ സ്വന്തമായതുകൊണ്ട് സ്വന്തമായത് ഞങ്ങൾ നിനക്ക് മടക്കി
മടക്കി തരുന്ന കർത്താവേ, നിൻ്റെ മുദ്രയാണ്, നിൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലുമാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ നിന്നെ പ്രതിഫലിപ്പിക്കുന്ന മുഖാന്തരങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളിലൂടെ വസിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി, രാജാവായി, ഞങ്ങളുടെ രക്ഷകനായി, വീണ്ടിട്ട് പോകാനായി എല്ലാം ഞങ്ങളിൽ വാണരുള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ സിംഹാസനം നിനക്കായി തരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനായി നിനക്കായി തരുന്നു. എല്ലാവർക്കും കൊടുത്തിരുന്ന മഹത്വപ്പെടുത്തണമേ. പുതുപുത്ത് പരിശുദ്ധ നാമത്തിനായി തന്നെ ആമേൻ.